ആമേൻ. ദൈവദാസനെ നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസൻ ബിജു പാസ്റ്ററെ തുടർന്നുള്ള സമയങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്താട്ട് സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ നല്ല രാത്രി ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആമേൻ ഉപവാസത്തിന്റെ 15ാമത്തെ ദിനത്തിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്തുകൊണ്ട് വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യേണ്ടതിന്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിന്, ആമേൻ മാനുഷിക ശബ്ദമല്ല ഇന്ന് രാത്രി, ആമേൻ ദൈവാത്മാവ് വ്യക്തമായും ശക്തമായും നമ്മോട് ഇടപെടേണ്ടതിന്, ആമേൻ ഓരോ വ്യക്തികളോടും ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടട്ടെ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആമേൻ, 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 ആമേൻ. ഇന്ന് ദൈവ ശബ്ദം കേട്ടു വേണം എഴുന്നേൽക്കാൻ. ആമേൻ. ഈ 15ാമത്തെ ദിനത്തിൽ ആമേൻ ദൈവ നിയോഗം നമ്മുടെ മേൽ വീഴുവാൻ, ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കേണ്ടതിന്, ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിമാനുമായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ ഇന്ന് രാത്രി നിറയ്ക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദി യേശുവേ. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആമേൻ. വചനം ആമേൻ അത് അത്ഭുതമാണ്. വചനം അത് വിടുതലാണ്. വചനം അതിന്റെ പ്രവൃത്തി ചെയ്യുമല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, സൂം മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ആമേൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യും. ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. ആമേൻ. ദൈവ ശബ്ദം ഞങ്ങളെ ചലിപ്പിക്കട്ടെ. ആമേൻ. കർത്തൃകരം ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്ന സമയങ്ങളെല്ലാം ഞങ്ങൾ ആത്മാവിന്റെ നിറവിലായിരിക്കട്ടെ. മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ആമേൻ, 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 ആമേൻ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രത്യേകിച്ച് ആമേൻ മനോജ് പാസ്റ്റർ, അതുപോലെ ആമേൻ എല്ലാ കർത്തൃദാസന്മാരും, ആമേൻ എല്ലാ അഭിഷിക്തന്മാർക്കും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. വന്ദനം ചൊല്ലുന്നു. ഞങ്ങളെ കർത്താവ് ആമേൻ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ആമേൻ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. 2 കൊരിന്ത്യർ ആമേൻ 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. ആമേൻ. ഞാനത് വായിക്കാം. ആമേൻ. ഞാനും സുല്വാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഊവ് എന്നത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം, ആമേൻ. ദൈവത്തിന്റെ വചനം, ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും, ദൈവിക വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും അത് ഊവെന്നാണ്. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ഊവെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറിപ്പോകത്തില്ല. ആമേൻ. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം അത് ഊവെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആമേൻ ഇന്ന് രാത്രി 15ാമത്തെ ദിവസത്തിൽ നമുക്ക് ഇങ്ങനെ ഉറച്ചു വിശ്വസിക്കാം. ആമേൻ. ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടവരാണ് നമ്മളെല്ലാവരും. ആമേൻ. വാഗ്ദത്തം കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. ഇന്ന് രാത്രി വിശ്വസിച്ചു. കേട്ട വാഗ്ദത്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. വാഗ്ദത്തം മാറത്തില്ല.
എത്രയൊക്കെ വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ 2026 തുടക്ക മാസത്തിൽ ശക്തമായി പറയാം, ആമേൻ, ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ചു. ആമേൻ. ഇതുവരെ ആമേൻ നമ്മുടെ ലൈഫിൽ ആമേൻ പ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ ആമേൻ പ്രാർത്ഥിച്ചിട്ടും നീക്കുപോക്കില്ലാതെ കിടക്കുന്ന വിഷയമാണെങ്കിൽ ഭാരപ്പെടണ്ട. ദൈവമാണോ പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവമാണോ ആ വാഗ്ദത്തം പറഞ്ഞത്? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമാണോ വാഗ്ദത്തം പറഞ്ഞത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഇവിടെ ആമേൻ പൗലോസ് പറയാ, നിങ്ങൾ ഉറച്ചു, പറഞ്ഞ വാഗ്ദത്തം നടക്കാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമേൻ, ആമേൻ, ഒരു വാഗ്ദത്തത്തെ ഒന്ന് ആമേൻ ചൂണ്ടിക്കാണിച്ച് ആമേൻ, ആമേൻ, തിരുവഴുത്തൊന്ന് ചിന്തിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദൈവം പറഞ്ഞ എങ്ങനെ നമുക്ക് ആ വാഗ്ദത്തത്തിലേക്ക് എങ്ങനെ ഒന്ന് കയറാം, എങ്ങനെ ആ വാഗ്ദത്തം ഒന്ന് പ്രാപിക്കാൻ പറ്റും? ആമേൻ. ഒന്ന് ചിന്തിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ആമേൻ. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 1-ാം അധ്യായത്തിൽ ഒരു ഭയങ്കര വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആമേൻ ഒരു ഭയങ്കര വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. 1-ാം അധ്യായം ആമേൻ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 1-ാം അധ്യായം 26 മുതലുള്ള വാഗ്ദത്തം വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഭയങ്കര വാഗ്ദത്തം കിടപ്പുണ്ട്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് അയച്ചു. ആമേൻ. ദാവീദിന്റെ ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ആ ഭാഗം നമുക്കറിയാം. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. അവിടെ ആമേൻ അതിന്റെ 30-31 വാക്യം വായിക്കുമ്പോൾ ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഈ ഒരു വാഗ്ദത്ത വചനം, ആമേൻ, ഈ ഒരു ആമേൻ വാഗ്ദത്തം മറിയോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ്. ആമേൻ. മറിയോട് ദൂതൻ മുഖാന്തരം മറിയോട് പറഞ്ഞൊരു വാഗ്ദത്തമാണ് നമ്മൾ കേട്ടത്. അത് ചെറിയൊരു വാഗ്ദത്തമല്ല. ആമേൻ. ചെറിയൊരു വാഗ്ദത്തമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. വലിയൊരു വാഗ്ദത്തം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ആമേൻ. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന്, അവൻ വലിയവനാകും. ആമേൻ. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം എന്ത് ചെയ്യും? അവന് കൊടുക്കും. അപ്പൊ ചെറിയൊരു വാഗ്ദത്തമല്ല, ഒരു ഭയങ്കര വാഗ്ദത്തമാണ് മറിയോട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു വാഗ്ദത്തം കേട്ടപ്പോ, ഇങ്ങനൊരു വാഗ്ദത്തം കേട്ടപ്പോ മറിയ തിരിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്. ഈ ദൈവ ശബ്ദത്തിന് മുമ്പിൽ മറിയ പറഞ്ഞൊരു വാക്കുണ്ട്. ആമേൻ. ഇതെങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇന്ന് രാത്രി ആണയിട്ട് ഞാൻ സഭയോട് പറയാം, സംശയിക്കേണ്ട. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയാം, സംശയിക്കേണ്ട. മറിയയോട് ദൂതൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാത്രി തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ദൂത് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അത്ഭുതം നടക്കും. ഒരിക്കലും നടക്കത്തില്ല എന്ന് ആരൊക്കെ പറഞ്ഞ വിഷയമാണെങ്കിലും ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറങ്ങിയാൽ അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ നടക്കും. ഹല്ലേലൂയ. അസാധാരണമായ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ലൈഫിൽ നടക്കും. വിശ്വസിച്ചോ? ദൈവം പ്രവർത്തിക്കായി ഒരുങ്ങിക്കോ. ഒരു അസാധാരണമായ ലെവലിൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ആമേൻ. അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് കൊടുത്തേ.
പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഈ രാത്രി പരിശുദ്ധാത്മ ഭയങ്കരമായിട്ട് ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് വിശ്വസിച്ചേ. ആമേൻ. ഒന്ന് വിശ്വസിച്ചേ. ആമേൻ, ആമേൻ, ആമേൻ. മാത്യു എന്ന് പറയുന്ന ആ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഉടമന ധനകൽക്കരാതര. ആമേൻ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ. വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ഊവെന്നാണ് മാത്യൂസ് ബ്രദറെ. ഇന്ന് രാത്രി വിശ്വസിച്ചോ. ആമേൻ. ചില ആമേൻ, 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 എങ്ങനെയാകും എന്താകും എന്നുള്ള ചില ഇറിറ്റേഷനുകളോടെ ഉടമന ഹതനകൽ കരാതര. ആമേൻ. നാളെയെ കുറിച്ചുള്ള ചില സിറ്റുവേഷൻ നിങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുമ്പം ഉടംബരം ധീരകൽക്കരം കരകതന ഘടകം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളോടായി ദൈവാത്മാവ് പറയാം. ഭയങ്കര ആലോചനയിലാണ് നിങ്ങൾ, ഭയങ്കര ആലോചനയിലാണ്. ഉടംബര ധരകൽക്കരാധര. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കാൻ, ദൂത് ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കാൻ പോകുകയാണ്. ഉടമന ധനകൽ കരാതര. ചില വഴികൾ ഒരുക്കാൻ ആണയിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ഒരുക്കാൻ പോകുകയാണ്. ആമേൻ. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചോ. ചില അത്ഭുതങ്ങൾ അടയാളങ്ങളോടെ, ചില അത്ഭുതങ്ങൾ അടയാളങ്ങളോടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ക്രമീകരിക്കാൻ പോകുകയാണ്. ഉടമനം ധനകൽക്കരം ധരകൽക്കരം ധരകൽക്കരം ധരകൽക്കരം. ആമേൻ. ഇത് ദൈവത്തിന്റെ സമയം എന്ന് പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ദൈവത്തിന്റെ സമയം എന്ന് പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. സറണ്ടർ ആയിക്കോ. ദൈവത്തിന്റെ സന്നിധിയിൽ കീഴടങ്ങിക്കോ. ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തോ. ആമേൻ. ചില വഴികൾ ഒരുക്കി, ആമേൻ, ചില പുതുവഴികൾ തുറന്ന് ദൈവം മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ മറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആമേൻ. എന്തോന്ന് ഞാൻ അറിയും? ഇതെങ്ങനെ അറിയും? ഇതെങ്ങനെ വിശ്വസിക്കാനാ? ആമേൻ. ഒരു സാധ്യതയുമില്ല, ഒരു സാധ്യതയുമില്ല. ആമേൻ. പുരുഷനെ അറിയായികയാൽ, അല്ലെ അങ്ങനെ ചോദിക്കും, ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആമേൻ. ഒരത്ഭുതം നിന്റെ ലൈഫിൽ നടക്കാൻ പോവാ. ഒരത്ഭുതം നിന്റെ ലൈഫിൽ നടക്കാൻ പോവുക. ഇന്ന് രാത്രി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ആമേൻ. നടക്കാൻ പോകുന്ന ചെറിയൊരു കാര്യമല്ല. നടക്കാൻ പോകുന്നത് ചെറിയൊരു കാര്യമല്ല. നടക്കാൻ പോകുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് രാത്രി ഇങ്ങനെ ചിന്തിച്ചോണം. വലിയ കാര്യങ്ങൾ ലൈഫിൽ, ചില വലിയ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ചലനം വേണം. ആമേൻ. ലൈഫിൽ ചില വലിയ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ചലനം വേണം. അങ്ങനെയാണെങ്കിൽ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇന്ന് രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചു. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചു. ചെറിയ വിഷയമല്ല. ആമേൻ. വലിയ ചില ആമേൻ, 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 ദൈവ പ്രവർത്തിക്ക് വേണ്ടി, വലിയ ചില ദൈവ പ്രവർത്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിനെ മുറുകെ പിടിച്ചോ. കർത്താവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് അത് ചെയ്തു തരിക തന്നെ ചെയ്യും. ആമേൻ. ഇവിടെ ആമേൻ, മറിയ ചോദിക്കുക, എങ്ങനെ നടക്കും? ആമേൻ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു, എങ്ങനെ നടക്കും? പറഞ്ഞ ദൂത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആമേൻ. വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ അറിയും? ദൂതൻ തിരിച്ചു പറഞ്ഞൊരു കാര്യം ഇതാ. ആമേൻ. വിശ്വസിച്ചേ പറ്റും. എന്നറിയാമോ? ആമേൻ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ പോവാ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ പോവാ. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരാൻ പോവാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിറയും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആത്മാവ് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ വാഗ്ദത്തം നടക്കും. ഈ പറഞ്ഞ വാഗ്ദത്തം നടക്കും. അപ്പോ ഈ ദൂതൻ പറഞ്ഞു, അവിടെ അടുത്ത ഭാഗങ്ങൾ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആമേൻ. അതെല്ലാം നമ്മൾ വിടുക. ആമേൻ. ദൂതൻ ഇങ്ങനെ പറഞ്ഞേ, ആമേൻ, ഇത് നടക്കും. കാരണം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്ന ആൾ. അതുകൊണ്ട് ഈ ദൂതൊക്കെ നടക്കാൻ പോവാം. ആമേൻ. ഇതൊരിക്കലും മാറത്തില്ല. ഈ വാഗ്ദത്തം നടക്കും. അവിടെ പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, ചെറിയൊരു വാഗ്ദത്തമല്ല. കേൾക്കണേ. അവിടെ പറഞ്ഞൊരു വാഗ്ദത്തം നമ്മൾ വായിച്ചു. ആമേൻ.
അവിടെ പറഞ്ഞ വാഗ്ദത്തം ചെറിയൊരു വാഗ്ദത്തമല്ല. ഇങ്ങനെ പറഞ്ഞ ആമേൻ, അടുത്തൊരു ജനറേഷൻ എഴുന്നേക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവില്ല. ആ ജനറേഷനെ കുറിച്ചുള്ള വിശാലമായ ഒരു ദൂതാ പറഞ്ഞു. അവൻ വലിയവനാകും, അല്ലെ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ, 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 ആമേൻ. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകില്ല. അപ്പൊ ചെറിയൊരു കാര്യമല്ല, ഒരു ബൾക്കായി വന്നൊരു ഭയങ്കര ദൂത്. ആമേൻ, ഈ ദൂതം വന്ന് പറഞ്ഞിട്ട് പോവുക, ഭയങ്കര ദൂത്. ഈ ദൂത് കേട്ടത് ആരാന്നറിയാമോ? ഈ ദൂത് കേട്ടത് മറിയ. വേറെ ആരും ഈ ദൂത് കേട്ടിട്ടില്ല. ഈ ദൂത് വന്ന് പറഞ്ഞത് മറിയോനാണ്. ഈ ദൂത് വേറെ ആർക്കും അറിയത്തുമില്ല. ഈ ദൂത് കേട്ടത് മറിയ. ഈ രഹസ്യം വേറെ ആർക്കും അറിയത്തുമില്ല. അപ്പോ ഈ ഒരു ദൂതെ പിടിച്ചോണ്ട് മറിയിരിക്കുക. ഈ ഒരു ദൂത് നടക്കണം. ഈ ഒരു ദൂതെ പിടിച്ചോണ്ട് മറിയിരിക്കുക. നമുക്കറിയാം, ആമേൻ, ഈ വാഗ്ദത്തം കേട്ടതുപോലെ, ആമേൻ, എന്താണോ ആമേൻ യഹോവയായ ദൈവം അല്ലെങ്കിൽ ദൂതൻ മുഖാന്തരം എന്താണോ വാഗ്ദത്തം പറഞ്ഞത്, ആ വാഗ്ദത്തം പറഞ്ഞതുപോലെ തന്നെ ആമേൻ യേശു ജനിക്കുകയാണ്. നമുക്കറിയാം യേശു ജനിക്കുക. അപ്പൊ യേശുവിന്റെ ജനനത്തിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. നമുക്കറിയാം, അവിടെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും, അത്തിന്റെ ശക്തി നേരിടും, അല്ലെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്തിന്റെ ശക്തി നേരിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ആമേൻ, ഈ മാനുഷ്യ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ആലോചനയാൽ ജനിക്കപ്പെട്ട യേശു. അങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആമേൻ, വചനം ജഡമായി തീർന്നു, അല്ലെ, വചനം ജഡമായി തീർന്നു, മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അപ്പൊ ശരിക്കും ഈ ജനനം എന്ന് പറയുന്നത്, ആമേൻ, വചനം ജഡമായി തീർന്നതാ ആണേ. ആമേൻ, ഈ ജനനം എന്ന് പറയുന്നത് വചനം ജഡമായി തീർന്ന. അപ്പോ ഈ വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ദൂത് കേട്ടത് മറിയ. നമ്മുടെ കുറിവാക്യം വിട്ടുപോകരുത്. വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ഊവ് ഊവങ്ങ, അല്ലെ, വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും അത് ഊവ് ഊവങ്ങ. അപ്പൊ ഈ ദൂത് കേട്ടത് മറിയ. ആമേൻ, യേശു ജനിച്ചു, വചനം ജഡമായി തീർന്നു. ഈ യെശയ്യാപ്രവാചക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആമേൻ, ആമേൻ, യേശു തൈരും തേനും കഴിച്ച്, അല്ലെ, ബാല്യത്തിൽ തൈരും തേനും കഴിച്ച് ഉപജീവനം കഴിച്ചു എന്ന് വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ ജനനം, യേശു കഴിച്ച ആഹാരം, അല്ലെ, ഒരു പ്രത്യേക തലത്തിലാണ് യേശുവിന്റെ ലൈഫ് വരുന്നത്. ഈ ആമേൻ 30 വയസ്സ് വരെ നമുക്കറിയാം, 30 വയസ്സ് വരെ യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന വചനം വ്യക്തമായി പറയാം. ഈ 30 വയസ്സ് വരെ യേശു കർത്താവ് ഒരത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒരു വീര്യപ്രവർത്തികളോ ഒന്നും ചെയ്തതായി ആമേൻ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് ആലയത്തിൽ പോയെന്നും അവിടെ വെച്ച് യേശുവിനെ മാതാപിതാക്കളെ കൈവിട്ട് യേശു പോയെന്നും യേശു ആലയത്തിൽ ഇരുന്നെന്നും മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും യേശു സംസാരിച്ചു കൊണ്ടിരുന്നെന്നും മറിയയും യോസെഫും ആലയം വിട്ടു പോകുന്നെന്നും പാതി വഴി എത്തിയപ്പോൾ യേശുവിനെ കണ്ടില്ലെന്നും മടങ്ങി ചെന്നപ്പോൾ യേശു അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ തിരുവചനത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആമേൻ, മടങ്ങിച്ചെന്ന ആമേൻ യേശുവിനെ അന്വേഷിച്ച് മടങ്ങിച്ചെന്ന മറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ, ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? കാരണം നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾ ഭാരപ്പെട്ടു എന്ന് മറിയ യേശുവോട് പറയുമ്പോൾ യേശു തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധി ഇരിക്കേണ്ടതാണ് നിങ്ങൾക്കറിയത്തില്ലേ എന്നൊരു ചോദ്യം യേശു ചോദിക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോ ആമേൻ മറിയയുടെ ഉള്ളിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു. കാരണം ആമേൻ 12 വയസ്സ് വരെ, ഈ 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആമേൻ കേൾക്കാത്ത ഒരു ശബ്ദമാണ് അന്ന് മറിയ കേട്ടത്. കാരണം ആമേൻ ഈ ഒരു വാഗ്ദത്തം കിടക്കുക ഏതാ? അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ആമേൻ, പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ വാഗ്ദത്തമൊക്കെ എവിടെ കിടക്കുക? മറിയയുടെ ഉള്ളിൽ കിടക്കുക. 12 വയസ്സു വരെ ആമേൻ ഈ വാഗ്ദത്തം കേട്ടതല്ലാതെ 12 വയസ്സു വരെ
ഒരു ചലനവുമില്ല. ഉടമന ധനകൽക്കര ജോൺ ആൽബർട്ട് ശമന ഗതനകൽക്കര ചില കാത്തിരിപ്പിന്റെ നടുവിലാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചു, ഉടമന ധനകൽക്കരാതര ദർശനത്തിലുള്ള അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. അതിനായി കാത്തിരിക്കാം. ഭാവി സംബന്ധമായ ചില വിഷയത്തിനകത്ത് ചില ദൈവിക ഇടപെടി നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കപ്പെടാൻ പോകുകയാണ്. ഉടമന ധനകൽ കരാതര ഉടമന ധനാധന അടുത്തൊരു തലത്തിനു വേണ്ടി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉടംബരം വരഘട്ടം 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 ഉടമ്പനം ധനകൽക്കരം നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനകത്തുനിന്ന് മാറിപ്പോകരുത് കേട്ടോ. ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ ഭാവിയുടെ അടുത്തൊരു ഘട്ടം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോവാ. ഭാവിയുടെ അടുത്തൊരു തലം. ആമേൻ. ജോൺ ആൽബർട്ട് എന്ന് പറഞ്ഞ ബ്രദർ ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, ഭാവിയുടെ അടുത്തൊരു തലം നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഓപ്പൺ ആക്കാൻ പോകുകയാണ്. ഉടമന ധനധന ധനകൽക്കന ഒരു ഷോർട്ട് പീരീഡ് നിങ്ങളെ വിട്ട് കടന്നുപോയി. യെസ്, ആമേൻ. ഒരു 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 ബ്രാക്കറ്റ് പീരീഡാ. റമന ഷിയാന്തര വൈകിപ്പോയെന്ന് നിങ്ങൾ പറയും. ഉടമനം ധനകൽക്കരം. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, വൈകിയതല്ല. ആമേൻ. എന്റെ പദ്ധതി പ്രകാരം ഒരു ക്രമീകരണത്തിലേക്ക് ഞാൻ അതിനെ വൈകിപ്പിച്ചതാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ഇടപെടുക. ചില ചോദ്യങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും ഉടമന ധനകൽക്കരാതെ ചിലരോട് മറുപടി പറയാൻ കഴിയാതെ വണ്ണം ചില അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് ആമേൻ ആ ദൂത് പ്രകാശിപ്പിക്കുമ്പോൾ ഉടമന ധനകൽക്കരാതര ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരാളല്ല നിങ്ങൾ ഒരാളല്ല. ഉടമനം ധനകൽക്കരം നിങ്ങളുമായി ബന്ധപ്പെട്ട് ആമേൻ ഒരു വ്യക്തിയെ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുക. ഉടമനം ഒരു സഹോദരിയെ കൂടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുക. അറപ്പ സിയാം ദര ഹൽ കരലബ ഒരു വിഷയത്തിനല്ല, നിങ്ങളുടെ ലൈഫിൽ 2 വിഷയത്തിന് നീക്കുപോക്ക് കൽപ്പിക്കാൻ പോകുകയാണ്. ഒരു വിഷയമല്ല ഇന്ന് രാത്രി. നിങ്ങൾ വിശ്വസിച്ചോ? ഒരു വിഷയമില്ല, ഒരു വിഷയം മാത്രമല്ല ഇന്ന് രാത്രി. ആമേൻ. നിങ്ങളുടെ കുടുംബ സംബന്ധമായി ഒരു സഹോദരിയെ കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചൂണ്ടിക്കാണിക്കുന്നു. 2 വിഷയത്തിന് ഈ വർഷം നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു അസാധാരണമായ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഈ ദൂതും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൂടെ വ്യക്തമായിട്ട് ഇടപെടുക. മടങ്ങി വരാം. 12 വർഷമായി ആമേൻ 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 കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവശബ്ദമാണ്. ആരാ? മറിയ. ആമേൻ. കേട്ട് മറന്നൊരു ദൂത അല്ലെ? ആമേൻ. അകത്ത് ഈ ദൂത് കിടപ്പുണ്ട്. വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ ദൂത് അകത്തുണ്ട്. ഇതെന്ന് പുറത്തു വരുമെന്ന് അല്ലെ? ഈ ദൂത് എന്ന് പുറത്തു എനിക്കറിയത്തില്ല. ഇന്ന് അസാധാരണമായ ഒരു ദൈവപ്രവർത്തി ഈ നമ്മുടെ സഭയ്ക്കകത്ത് പോലും അസാധാരണമായ നമ്മുടെ സഭയ്ക്കകത്ത് ഒരു ചില കുടുംബങ്ങൾക്കകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി. മനോജ് ഭാഷയെ ഈ ദൈവ ശബ്ദം കേട്ടിട്ട് വാഗ്ദത്തം കേട്ടിട്ട് ഒന്നല്ല. ആമേൻ. പലരും ഇങ്ങനെ വെയിറ്റിംഗിൽ നിൽക്കുക. പലരും വെയിറ്റിംഗില്ല. ഉടബല ദിയ റമന ഹത്തിയ റഗദന ധനകൽ കരാദര ഒരു ബൗണ്ടറി പൊളിയുന്നു എന്ന് സഭയോട് ദൂത് പറഞ്ഞു. ഒരു ബൗണ്ടറി പൊളിയുക. ഉടബല ദരകൽ കരിയ ദരഘട്ട കടക്കച്ചരം ദരകൽ കരമ്പരം വേൽമനഘട്ട പടക്കച്ചര ദിരകൽ കരാതര ഒരു ബൗണ്ടറി പൊളിയുക.
ഉടമന മനോജ് വസ്ത്രേ ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ചിലര് ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കും കേട്ടോ. ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കും. ചിലരെ ദൈവാത്മാവ് ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽപ്പിക്കും. ചിലര് വാഗ്ദത്തം കേട്ട് ആമേൻ അകത്തി ദൂതിട്ട് കത്തുന്ന ചിലത് ദൈവസഭയ്ക്കകത്തുണ്ട്. ഓ ഉടബബബബ ശബല ദരമ ഹത്യ റബല അടബല ദരകൽ കരം അടബല ദരകൽ കരാദര. യേശുവിന്റെ നാമത്തിൽ ഉടബല ഒരു നിറഞ്ഞ പാത്രം കവിഞ്ഞൊഴുകുന്നത് പോലെ ഒരു ഓവർഫ്ലോ ദൈവസഭയ്ക്ക് ഓവർഫ്ലോ നടക്കാൻ പോവാ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അടുത്ത ഒരു ലെവലിലേക്ക് ദൈവസഭ കയറും. അടുത്തൊരു ലെവലിലേക്ക് ദൈവസഭ കയറും. ചിലരെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. ആമേൻ. ഉടമനം ദനകൽ കരം വര കട്ടം കടം കരകരകം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വാഗ്ദത്തം കേട്ടിരിക്കുന്ന ചിലതിനെ ദൈവാത്മാവ് ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. വാഗ്ദത്തം കേട്ടിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സഭയുടെ മേൽ ഉടലമന ധനകൽക്കരാധര ആ ഒരു വലിയ ദൈവിക ദൂത്, ഈ പറയുന്ന വാഗ്ദത്തങ്ങൾ ദൈവസഭയുടെ മേൽ ഉടലമ ഷിയാന്തര ഹൽക്കര സഭയുടെ മേൽ ദൂതുകൾ ചലിക്കുന്നതിനായി ഇന്ന് ഞങ്ങൾ ആത്മാവിൽ സ്തോത്രം പറയുക. ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചില അത്ഭുതങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ഈ ദൂത് ഞങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുക. ദൈവസഭയ്ക്കകത്ത് അസാധാരണ ഒരു അഭിഷേകവും ഒരു ചലനവും അടുത്തൊരു ലെവലും ദൈവാത്മാവ് ഓപ്പണാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. സംഭവിക്കട്ടെ. ലബര ഷിയാന്തര ഹൽക്കര യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുക. ഇന്ന് രാത്രി നന്ദി പറയുന്നു. മടങ്ങി വരാം. ഹല്ലേലൂയ. 12 വർഷമായി അവൻ എന്ന് കേൾക്കും, എന്നാണ് ഈ വാഗ്ദത്തം നടക്കുന്നത്, എന്നിത് നടക്കും എന്നുള്ള ഒരു വെയിറ്റിംഗിലാണ്. ആമേൻ. 12 വർഷം കഴിഞ്ഞപ്പോഴാ ഒരു ചെറിയൊരു വലിയൊരു ചലനമല്ല, ചെറിയൊരു ചലനം. ആമേൻ. ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടതാണ്. ഈ ഒരു ദൂത് കേട്ടപ്പോ നിങ്ങൾക്കറിയാമോ, യോസഫിന് അത്ര കത്തിയില്ല. കാരണം യോസഫിന് ഈ ദൂതിന്റെ ആഴം അറിയത്തില്ല. കാരണം കേട്ടത് മറിയയാണ്. ഈ ദൂത് കേട്ടത് ആരാ? ഈ ദൂത് കേട്ടത് മറിയ. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ മറിയുടെ അകത്ത് ചലിച്ചെന്നാ പറയും. ആമേൻ. മറിയുടെ അകത്ത് ആ ദൂത് ചലിച്ചു. കാരണം 12 വർഷം ആമേൻ. ഇങ്ങനെ പറയുന്നത് വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെ വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവന്റെ രാജ്യത്തിന് മാറ്റം വരികയില്ല. ഇതെല്ലാം കേട്ടിട്ട് 12 വർഷമായിട്ട് ചലനമില്ലാതിരുന്ന ആ ഒരു തലത്തിൽ ഈ ഒരു ശബ്ദം കേട്ടിട്ട് വീണ്ടും ഒരു ചലനമില്ല. ഉണ്ടോ? വീണ്ടും ഒരു ചലനമില്ല. ആമേൻ. 12ാമത്തെ വയസ്സിൽ ആ ഒരു വാക്ക് കേട്ടു, പിന്നെ ഒരു ചലനമില്ല. പിന്നെ നിങ്ങൾ നോക്കിക്കേ, പിന്നെ അടുത്ത ചലനം വരുന്ന എപ്പോഴാണെന്നറിയാമോ? 30ാമത്തെ വയസ്സിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഭയങ്കര കാര്യം ഇതാണ്. ഞാൻ എൻ്റെ ആ ഒരു മെസ്സേജിലേക്ക് കയറാൻ പോവാം. 30ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനമേൽക്കാൻ വരുന്ന ഒരു യേശു, അല്ലേ? ആമേൻ. അങ്ങനെ പറയുന്നേ. യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനമേൽക്കാൻ വരുന്ന യേശു സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി യേശുവിന്റെ മേൽ വന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാവെന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അടുത്ത വന്നു. പിന്നെ കാണുന്നത്
യേശു യോർദാൻ വിട്ടു മടങ്ങി, അല്ലെ? യേശു യോർദാൻ വിട്ടു മടങ്ങി. ഹൽക്കര. അടുത്ത ഭാഗം, ആത്മാവ് അവനെ, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി, അല്ലെ? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ഇന്നേ ഈ ദൂതൊന്ന് പിടിച്ചേ. ഞാൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഈ വേണ്ടിയവർ ഈ ദൂതൊന്ന് പിടിച്ചോണേ. വേണ്ടിയവരെടുക്കാവോ? പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. അടുത്ത ഭാഗം, ആത്മാവ് യേശുവിനെ സെപ്പറേറ്റഡ് ആക്കി. ദൂത് മനസ്സിലാക്കി സ്തോത്രം. ആത്മാവ് യേശുവിനെ സെപ്പറേറ്റഡ് ആക്കി. കിട്ടിയില്ല കിട്ടിയില്ല അല്ലെ? ആമേൻ. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ഇനി ഈ ദൂത് ഇങ്ങനെ ഗ്രഹിച്ച് നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന കോളിംഗ് ഉണ്ടല്ലോ, നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന വിളി, റുബല ഷിയാന്തര. ആമേൻ. ദേവദാസനെ, രഞ്ജിത്ത് ബ്രദറെ, പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇന്ന് രാത്രി ഒരു എന്താ പറയുന്നത്, ഒരു ഒരു വേറിട്ടൊരു അനുഭവത്തിലേക്ക് ഇരിക്കാൻ തയ്യാറായിക്കോ. ഒരസാധാരണമായ പുതപ്പ് നിങ്ങളുടെ മേൽ വീഴും. ലമ ഹത്യ റബല ഷിയാന്തര ഹൽക്കരല കമാന കഥന ധനകൽക്കര ഉടമന ധനകൽക്കരം വരം വരം. എനിക്കറിയാം, ഞാൻ ഈ ദൂത് പറയുമ്പോൾ പിടിച്ചെടുക്കുന്ന ചിലത് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ ആമേൻ. അനു മധുസൂദൻ, അല്ലെ? ശപല ദരഹൽ കരാദര അടംബനം. പിടിച്ചോ. നിങ്ങൾ കൂട്ടമായിട്ട് ദൂത് പിടിച്ച്. ഉട ഉടല ദരദ 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 ഹല ഹല ദര വര ഉടമന. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ദൂത് പിടിച്ചു. യെസ്. അടംബരം ദരകൽക്കരം ദരകൽക്കരം അടബല ധനധന ഗൽക്കരാദര. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് സെപ്പറേറ്റഡ് ആക്കി. പരിശുദ്ധാത്മാവ് സെപ്പറേറ്റഡ് ആക്കി. പരിശുദ്ധാത്മാവ് സെപ്പറേറ്റഡ് ആക്കി. ഉടമന ധനകൽക്കര. ഈ ദൂത് ഞാൻ പലർക്കായിട്ട് കൈമാറി വിടുക. മനോജ് വർഷേ, പരിശുദ്ധാത്മാവ് സെപ്പറേറ്റഡ് ആക്കി. ഉടമന ധനകൽക്കരാദര. രഞ്ജിത് ബ്രദറെ, പരിശുദ്ധാത്മാവ് സെപ്പറേറ്റഡ് ആക്കിയത്. ഇത് വേറൊരു രീതി നിങ്ങൾ ചിന്തിക്കരുത്. വേറൊരു രീതി ചിന്തിക്കാനുള്ള ദൂതല്ലിത്. ഈ ദൂതിന്റെ ആഴം അങ്ങനെയാ പോണേ. ആമേൻ. പരിശുദ്ധാത്മാവ് ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോവുക. വേറൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക. ആമേൻ. ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ ചിന്തിച്ച് ആ ദൂതിനെ ഇങ്ങനെ ചിന്തിച്ച് ഞാനിത് പറയും. ഈ ദൂത് പറയുമ്പോൾ എന്റെ മേലെ ഒരു അഭിഷേകം വീഴുക. ഞാനിത് പ്രവചിക്കുമ്പം ഞാൻ ആത്മനിറവിൽ നിന്നുകൊണ്ടാണ് പ്രവചിക്കുന്നത്. ജോർജ്, അല്ലെ? ഹത്യ. പിടിച്ചോണം. നിങ്ങൾ എല്ലാ ദൂത് കൂട്ടമായിട്ട് പിടിച്ചോണം. ഉടമനം ധനകൽക്കരം അച്ഛാ ദൂത് പിടിച്ചോണം. അമേൻ. ഈ 30 വർഷമായില്ലേ? ഒന്നും രണ്ടുമല്ല, 30 വർഷമായി. 30 വർഷം. 30 വർഷം. പുറകോട്ട് തിരിഞ്ഞു നോക്കിയേ. ഈ ദൂതിന്റെ പഴക്കം 30 വർഷമാണ്. ഒന്നും രണ്ടുമല്ല, 30 വർഷമാണ്. 30 വർഷം മുമ്പ് അമേ ഉടമ ഹത്യ റബല. ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഈ ദൂതിന് നിവർത്തീകരണം ആകത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ദൂതിന് നിവർത്തീകരണം വരുന്നില്ല. അവിടുന്ന് നമുക്ക് പോകാം. നമുക്ക് അവിടുന്ന് പോകാം. അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല. അവിടുന്ന് പോകാം. ഏദനിൽ വെളിപ്പെട്ട ഒരു ദൈവശബ്ദമുണ്ട്. അങ്ങോട്ട് പോട്ടെ. ഏദനിൽ വെളിപ്പെട്ട ഒരു ദൈവശബ്ദമുണ്ട്. ആമേൻ.
അവിടെ കേട്ട ദൈവശബ്ദം ഇതാ, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. കണ്ടോ? അമേ, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. ഉടമ ഹത്യ റബല. ദൂത് കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? മറിയയിലുമല്ല ദൂത് കിടക്കുന്നേ. ദൂത് കിടക്കുന്നത് ആമേൻ ഹൗവയിലാണ്. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. അപ്പൊ ഇത് 1-2 വർഷമായി പറഞ്ഞ വാഗ്ദത്തം വല്യത്. ആമേൻ. വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ഊവെന്ന അല്ലേ? ഊവെന്ന. ഇന്ന് രാത്രി കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ. യെസ്. ഉടബ ശബബബ. യെസ്. ഓ ശബബബ. ഉടമന ധനകൽക്കരാധന. കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ അല്ലേ? ആമേൻ. പിതാക്കന്മാർ മണ്ണിട്ട് മൂടിയതിനെ തലമുറ പ്രവചനത്തിൽ പിടിച്ചു പൊക്കിയതുപോലെ ഉടരം പരമ്പര ഘട്ടം കടങ്കരം കരഘട്ടം. ആമൻ പണ്ടെങ്ങോ കേട്ട വാഗ്ദത്തത്തെ നമ്മളൊന്ന് കേറി പിടിക്കുക. ഇന്ന് രാത്രി കേറി പിടിക്കുക. ഈ രാത്രി കേറി പിടിക്കുക. എത്ര വർഷം മുമ്പ് കേട്ട ദൂതുകളാ അല്ലേ? ആമേൻ. പഴക്കമുള്ള ദൂതുണ്ട്. ആമേൻ. 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം. യെസ്. അങ്ങനെ കേട്ട ദൂതുണ്ട്. ഇന്ന് റെഡിയാകും, നാളെ റെഡിയാകും, മറ്റന്നാൾ റെഡിയാകും, അടുത്ത വർഷം റെഡിയാകും. ഇങ്ങനെ കാത്തിരിക്കുന്ന ദൂതുണ്ട്. ആമേൻ. എന്നാലേ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ആമേൻ, ആ വാഗ്ദത്തം വീഴുക. ഇന്ന് രാത്രി ആ വാഗ്ദത്തം വീഴുക. ഇന്ന് രാത്രി ആ വാഗ്ദത്തം വീഴുക. ആമേൻ. ഈ വാഗ്ദത്തം വീഴാൻ, ഈ പറഞ്ഞ വാഗ്ദത്തം വീഴാൻ, ഉടമ ഹത്യ റബല. ഹൗവയിൽ കേട്ട വാഗ്ദത്തത്തെ പൂർത്തീകരിക്കാൻ മുറിക്കകത്ത് ആമേൻ ഒതുങ്ങിയിരുന്ന ഒരു കൊച്ചു സഹോദരിയുടെ അടുക്കൽ ദൂതം വന്നിട്ട് പറയുക, ഞാൻ ഹൗവയോട് പറഞ്ഞൊരു ദൂതുണ്ട്, അത് നിവർത്തീകരിക്കാൻ പോകുക, അത് നിന്നിലൂടെ വെളിപ്പെടും. ആമേൻ. മറിയേ, ആ ദൂത് നിന്നിലൂടെ വെളിപ്പെടാൻ പോവുക. കാരണം ആമേൻ, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇന്ന് നിന്നിലൂടെ അത് നിവർത്തീകരിക്കപ്പെടാൻ പോവുക. ആ ദൂത് അവിടെ പറഞ്ഞു. ആമേൻ. ആ ദൂത് കേട്ടിട്ടും വർഷം 30 കഴിഞ്ഞു കേട്ടോ. 1-2 അല്ല. ആമേൻ. ആ ദൂത് കേട്ടിട്ട് വർഷം 30 കഴിഞ്ഞു. ഒരു ചലനവും ഇല്ല. 12ാമത്തെ വയസ്സിൽ ശബ്ദം കേട്ടു, പിന്നെ ചലനമില്ല. അടുത്തത് 30ാമത്തെ വർഷമാണ്. 30ാമത്തെ വർഷത്തിൽ ആമേൻ ദൈവാത്മാവ് പറയുക, ആത്മാവ് യേശുവിന്റെ മേൽ വന്നു. ആമേൻ. തീർന്നില്ല. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോ ഇങ്ങനെ പറയുന്നു, ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അതെന്താ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി? അതാ നമ്മുടെ ചോദ്യം. എന്തിനാ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി? എന്തിനാ? കർത്താവ് ഇങ്ങനെ പറയാം, പരിശുദ്ധം പറയാം, ഞാൻ നിന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കാം, ഞാൻ നിന്നെ ഒന്ന് സെപ്പറേറ്റഡ് ആക്കാം. ആമേൻ. കണ്ടോ? ഹല്ലേലൂയ. കാരണം ഞാൻ നിന്നെ ഒരുക്കാൻ പോവാ. ഞാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഇറങ്ങാൻ പോവാ. അതാ ഞാൻ ഇത്രയും പല പേരുകളും ഞാൻ വിളിച്ചു. പേര് വിളിക്കാത്തവരുണ്ടല്ലേ? ഹല്ലേലൂയ. യെസ്. ഉടമന ഹദന. അമേൻ, അമേൻ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും നിങ്ങളുടെ പേര് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി കോമൺ ആയിട്ടായി ദൂത് കേട്ടോ. ഇതിനകത്തേക്ക് എല്ലാവരും ഈ ദൂത് പിടിച്ചോണം. ഒരാളെന്നല്ല. ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എല്ലാ പേരുകളും മുഴുവൻ കിടക്കുക. ആമേ സ്തോത്രം. ആമേൻ. നിങ്ങൾ ഈ ദൂത് പൊതുവിൽ ഒന്ന് ഏറ്റെടുത്തേ. ആമേ സ്തോത്രം. ഇങ്ങനെ പരിശുദ്ധാത്മാ ആമേൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ മരുഭൂമിയിൽ കൊണ്ടുപോയി? എനിക്ക് ഒറ്റയ്ക്കൊന്ന് വേണം. കണ്ടോ? എനിക്ക് എങ്ങനെ വേണം? എനിക്ക് ഒറ്റയ്ക്ക് വേണം. എനിക്ക് ഒറ്റയ്ക്ക് വേണം. ഇന്ന് രാത്രി ചില ഒറ്റപ്പെടിയിൽ അനുഭവിക്കുന്ന എത്ര എണ്ണം ഉണ്ട്? ചില ഒറ്റപ്പെടിയിലുകൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ശബലാധരകൾ. ചില മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ പോകുന്ന എത്ര പേരുണ്ട്? റമ ഹത്യ റബല ഷിയാന്തര ഹൽക്കര ധര. ഇന്ന് രാത്രി ആമേൻ ഞാൻ ശക്തമായി പറയാം, ചില ഒറ്റപ്പെടിയിലുകളും ചില മരുഭൂമിയുടെ അവസ്ഥകളും ചില ശൂന്യതകളും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഇടത്തും വലത്തും നോക്കിയാൽ ആരുമില്ല. റമ ഹത്യ റബല ഷിയാന്തര ഹൽക്കര ലബ ലബ ലബ. ഞാൻ ആത്മാവിലെന്ന് പ്രവചിക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഇങ്ങനെ വിശ്വസിച്ച് ആമേൻ ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി
ഒന്ന് സെപ്പറേറ്റഡ് ആക്കിയതാണ്. ആമേൻ. ഇന്ന് രാത്രി ഇങ്ങനെ വിശ്വസിച്ചോണം, ദൈവത്തിന്റെ ഫേവർ ഒന്ന് വെളിപ്പെടുത്താൻ, ദൈവത്തിന് ചിലർ സംസാരിക്കാൻ, ദൈവത്തിനെ ഒന്ന് ഇടപെടാൻ നിന്നെ ഒന്ന് മാറ്റി നിർത്തിയതാ. ഇന്ന് രാത്രി അടുത്തൊരു ദൂതോടെ ഞാൻ പറയാം. ആമേൻ. മാറ്റി നിർത്തിയില്ലെങ്കിൽ പോലും ഇന്ന് രാത്രി ഒന്ന് മാറി നിൽക്കാൻ എത്ര പേർ തയ്യാറാണ്? അതുകൂടെ ഇതിനകത്തെന്ന് പറയാ, ഒന്ന് മാറി നിൽക്കാൻ എത്ര പേർ തയ്യാറാ? ആമേൻ. ഈ മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അവൻ എഴുതിയിട്ടുണ്ട്. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: എനിക്കൊരു പടക് തയ്യാറാക്കണം, എനിക്കൊരു പടക് തയ്യാറാക്കണം. വേറൊന്നിനുമല്ല, എനിക്കൊന്ന് തനിച്ചിരിക്കാൻ. എങ്ങനെയാ? എനിക്കൊന്ന് തനിച്ചിരിക്കാൻ ഒരു പടകൊന്ന് തയ്യാറാക്കണം. ആമേൻ, സ്തോത്രം. ആമേൻ. തിക്കിനകത്തുനിന്നും തിരക്കിനകത്തുനിന്നും എനിക്ക് ഒറ്റപ്പെട്ട് ഒന്ന് മാറിയിരിക്കാൻ എനിക്കൊരു ചെറിയ പടക് എന്ത് ചെയ്യണം? തയ്യാറാക്കണം. ഇന്ന് രാത്രി ഞാൻ ശക്തമായി സഭയോട് പറയുന്നു, ചില പടകുകളൊന്ന് തയ്യാറാക്കി ഒറ്റക്കിരിക്കാൻ, മാറിയിരിക്കാൻ. എന്തിനാണെന്നറിയാമോ? പറഞ്ഞ വാഗ്ദത്തം നിറവേറപ്പെടാനാ. ആമേൻ. പറഞ്ഞ വാഗ്ദത്തം നിറവേറപ്പെടാനാ. പെട്ടെന്ന് നമുക്ക് അടുത്ത ദൂതിലേക്ക് പോവാം, കാരണം ഈ ദൂതരെ പറഞ്ഞു വേണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. ആമേൻ, സ്തോത്രം. അപ്പോ ആമേൻ, ആമേൻ. ഈ 30 വർഷം അല്ലെ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ 30 വർഷം ഒതുങ്ങിയിരുന്ന യേശു ആണ്. ഒതുങ്ങിയിരുന്ന യേശു അല്ലെ, 30 വർഷം. ഇതൊരു അസാധാരണമായ ദൂത. ഈ പുതിയ നിയമസഭയ്ക്ക് കൈമാറുന്ന ഒരു അസാധാരണമായ ദൂത കേട്ടോ. അസാധാരണമായ ദൂത, പുതിയ നിയമസഭയ്ക്ക് കൈമാറുന്ന അസാധാരണമായ ദൂത. ഈ ദൂതൊന്ന് പിടിച്ചേ. ആമേൻ. 30 വർഷം ഒതുങ്ങിയിരുന്ന യേശു അല്ലെ. ആമേൻ. നമുക്കറിയാം, നമ്മളെ തുടക്കത്തിൽ നമ്മൾ തൊട്ടൊരു കാര്യമുണ്ട്, പെട്ടെന്നൊന്ന് പറയാം. മറിയുടെ അടുക്കൽ എന്താ വന്ന് പറഞ്ഞേ? മറിയുടെ അടുക്കൽ ദൂതം വന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഇതേ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്ന കാര്യമല്ല. മറിയോട് പറയാ, ഇതേ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്ന കാര്യമല്ല, സ്വർഗത്തിന്റെ ഇഷ്ടമാണ്. ആമേൻ. മനുഷ്യന്റെ ഇഷ്ടമല്ല, ജഡത്തിന്റെ ഇച്ഛയാലുമല്ല, ഇത് സ്വർഗത്തിന്റെ പ്ലാനാണ്. വചനം ജഡമായി തീരുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചേ, മറിയുടെ യൂട്രസിനകത്തേക്ക് തമ്പുരാൻ വചനം എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അങ്ങ് വിട്ടോ, അങ്ങനെ ചിന്തിച്ചോ. മറിയുടെ യൂട്രസിലേക്ക്, മറിയുടെ ഉദരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം വചനം എറിഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ വചനം ഇട്ട് കൊടുത്തു, ഇല്ലേ? റബല. ആമേൻ. വചനം ജഡമായെന്നാ പറഞ്ഞ, മനുഷ്യനായി മാറി. വചനം മനുഷ്യനായി മാറി. വചനം മനുഷ്യനായി മാറി. അപ്പൊ ശരിക്കും ഒരാൾ രൂപത്തിൽ ഇങ്ങനെ നമുക്കിങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച്, വിശുദ്ധ ബൈബിൾ ഒരാൾ രൂപത്തിൽ നിൽക്കുന്നു. അങ്ങനെ ചിന്തിച്ചു, നമുക്ക് അങ്ങനെ മനസ്സിലാവുമല്ലോ. ബൈബിൾ ആൾ രൂപത്തിൽ നിൽക്കും. ഇതാ സംഭവിച്ചേക്കുന്നത്. വിശുദ്ധ ബൈബിൾ ആൾ രൂപത്തിൽ നിൽക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ. അപ്പോ ഈ ഇങ്ങനെ ചിന്തിച്ചോണം. 30 വർഷമായിട്ടും ഈ വചനം ചലിച്ചില്ല. കണ്ടോ? ഇത് എന്നെ ചലിപ്പിക്കുന്ന ദൂത ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നേ. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ആമേൻ, എന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൈവസഭയ്ക്കകത്ത് ചലിപ്പിക്കുന്ന ദൂതുകളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. 30 വർഷമായിട്ട് ഈ വചനം ഒന്നും ചെയ്യുന്നില്ല. ആണേ? അതെ. 30 വർഷമായിട്ട് ഈ വചനം എന്തെങ്കിലും ചെയ്തെന്ന് നിങ്ങൾ കേട്ടോ? 30 വർഷമായിട്ട് ഈ വചനം എന്തെങ്കിലും ചെയ്തതായിട്ട് കേട്ടോ? ഇല്ല. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്ത് വചനം? തച്ചപ്പണി ചെയ്തു. എന്ത് വചനം? അല്ലേ? ആമേൻ. ഈ വചനം അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഈ വചനം തച്ചപ്പണി ചെയ്യുന്നു. 30 വർഷമായിട്ട് ഈ വചനം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ 30ാമത്തെ വയസ്സിൽ ഈ വചനം ഒരു കാര്യം ചെയ്തു. സ്വർഗത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി. ദൈവത്തിന്റെ പ്ലാൻ, പിതാവായ ദൈവത്തിന്റെ പ്ലാനിൽ ഈ വചനം കീഴടങ്ങി. ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ ഈ വചനം സ്നാനമേറ്റപ്പോ, ആമേൻ, ആമേൻ, ഈ ജഡമായി തീർന്ന ഈ വചനം യോഹന്നാൻ സ്നാപകന്റെ കൈക്ക് സ്നാനമേറ്റപ്പോ ഇങ്ങനെ സംഭവിച്ചു. ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് ഈ വചനത്തിന്റെ മേൽ വന്നു. ഉടമ നഗതന ധനകൽ കരാതര. ആമേൻ. ഈ വചനത്തിന് മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോ ഈ വചനത്തെ യേശുവിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ ഇറങ്ങിയപ്പോൾ ഈ വചനത്തെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആമേൻ.
സ്തോത്രം. ആമേൻ. ഈ വചനത്തെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ആമേൻ. ഈ വചനം ആരുമായിട്ട് ലിങ്ക് കൊടുക്കാതെ, ഹലോ, സ്തോത്രം 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 സ്തോത്രം, ദൂത് കിട്ടുന്നെങ്കിൽ സ്തോത്രം. ഈ വചനം ഇപ്പം മറിയോട് മിണ്ടുന്നില്ല, ഈ വചനം യോസഫിനോട് മിണ്ടുന്നില്ല, ഈ വചനം യൂദയോട് മിണ്ടുന്നില്ല, ഈ വചനം യാക്കോബിനോട് മിണ്ടുന്നില്ല. ഈ വചനത്തിന് മിണ്ടാൻ ഇപ്പൊ ആരുമില്ല. ആമേൻ. ഈ വചനത്തിന് മിണ്ടാൻ ഇപ്പോൾ ആരുമില്ല. ഉടമന ധനകൽക്കരാതര. ഇങ്ങനെ ചിന്തിച്ചോണം. ഇത് ചെറിയൊരു ദൂതല്ല. അഭിഷിക്തമാരെ ഞാനടക്കം ചിലത് ദൈവാത്മാവിൽ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, ചില റിലേഷൻഷിപ്പുകളെ തമ്പുരാനൊന്ന് പൊട്ടിച്ച് നിന്നെ സെപ്പറേറ്റ് ആക്കാൻ പോവാം. ദൂത് വേണ്ടോര് പിടിച്ചോളാം. റമന ഷിയാന്തര ഹൽക്കര. ചിലതിനെ ദൈവം ഒന്ന് മാറ്റി നിർത്തിയിട്ട്, ചില ബന്ധങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിന്നെ ഒന്ന് വളർത്താൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുമ്പോ, അപ്പാ ഈ ബിജു പാസ്റ്റർ, ഈ അഭിഷിക്തൻ പറഞ്ഞ ഈ ദൂത് ഞാൻ ഏറ്റെടുത്ത് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞ ദൂതിനൊന്ന് കീഴ്പ്പെടാമെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, അടുത്തൊരു ലെവൽ, ഒരു പുതപ്പ് നിന്റെ മേൽ വീഴും. അടുത്തൊരു അഭിഷേകം നിങ്ങളുടെ മേൽ വീഴും. അടുത്തൊരു ദൈവശക്തി നിങ്ങളുടെ മേൽ വീഴും. അത് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 30 വർഷം താൻ നിന്നൊരു മേഖലയുണ്ട്. ആമേൻ. 30 വർഷം യേശു കർത്താവ് ചെലവഴിച്ച ഒരു മേഖലയുണ്ട്. 30 വർഷം യേശു ജീവിച്ച ഒരു ശൈലിയുണ്ട്. 30 വർഷം യേശു നിന്നൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം തന്നെ തൊട്ടപ്പോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ ഇറങ്ങിയപ്പോൾ, ആ ബൗണ്ടറി പൊളിച്ചിട്ട് എന്താണോ ദൈവാത്മാവ് ആഗ്രഹിച്ചത് ആ ഒരു തലത്തിലേക്ക് തന്നെ യേശു വിട്ടുകൊടുത്തു. ഇന്ന് രാത്രി ആത്മാവിൽ ഈ ദൂത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ, എന്താണോ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ആ തലത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാമെങ്കിൽ അടുത്ത തലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കും. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇന്ന്, ആമേൻ, എന്റെ ലെവൽ ഒന്ന് മാറും. ഇല്ലെങ്കിൽ നമ്മൾ പോയ ദൂതിത് മാറരുത് കേട്ടോ. ആമേൻ. എന്താ ദൂതെന്താ? വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനം, അവന്റെ രാജ്യത്തിന് മാറ്റം വരുന്നില്ല. ഇതാ ദൂത്. ഈ ദൂതെ കിടക്കുക. ഈ ദൂത ഈ വാഗ്ദത്തം നടക്കണം. അപ്പൊ ഈ വാഗ്ദത്തത്തിലേക്ക് വരുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിൽ ഈ വാഗ്ദത്തത്തിലേക്ക് വന്നപ്പോ, ആമേൻ, പിന്നെ പരിശുദ്ധാത്മാവ് യേശുവിനെ ലീഡ് ചെയ്യാം. പിന്നെ അതാ പറഞ്ഞേ. അപ്പം ഈ എന്റെ അകത്ത് കത്തുന്ന, എന്റെ അകത്ത് പുതിയ നിയമസഭ അല്ലെ, എന്റെ അകത്ത് കത്തുന്ന ഒരു ആത്മീയ ദൂത് എന്താണെന്നറിയാമോ? ആത്മാവിന്റെ നിറവിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, ശരിക്കും അതാ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിങ്ങിൽ, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ലീഡർഷിപ്പിൽ നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വചനം നമ്മളെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. അതങ്ങനെ തന്നെ. അതിന് മാറ്റണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ റമന ഹത്യ റബല, ഈ വാക്കുകൾക്ക് എങ്ങനെ ഈ ദൂത് മാറി മാറി പോകാം. നമ്മുടെ വാക്കുകൾക്ക് എന്താണ് അധികാരം വരുന്നത്? വാക്കുകൾക്ക് എന്താണ് അധികാരം വരുന്നത്? വാക്കുകൾക്ക് അധികാരമുണ്ടോ? വാക്കുകൾക്ക് അധികാരമുണ്ടോ? ഞാൻ നിങ്ങളോട് എനിക്ക് ഞാൻ പല പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്നത് കാരണം എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ നടുവിൽ എനിക്കൊന്ന് മൂന്നാമത്തെ ശുശ്രൂഷയാന്ന് തോന്നുന്നു ഞാൻ നമ്മുടെ ചർച്ചിൽ ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്. എനിക്ക് മൂന്നാം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കുന്നത് മൂന്നാം തോന്നുന്നു. ഓക്കെ, നമുക്ക് വിടാം, ആ ഭാഗം വിടാം. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു, അവിടെ എന്ത് പറഞ്ഞു എനിക്ക് അറിയത്തില്ല. അവിടെ ഞാനിങ്ങനെ പറയാം. ഈ ശ്രദ്ധിച്ച് നമ്മെ ഈ വാക്കുകൾക്ക് അധികാരമുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് അധികാരം. എന്റെ ഒരു 2-3 മിനിറ്റ് പെട്ടെന്ന് ഒരു സാക്ഷ്യം പറയാം.
ആ, ഒരു നമ്മുടെ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞ കോവിഡ് വന്നു. അപ്പൊ മൂന്നാല് വർഷം മുമ്പാണ് ഞാനിതുപോലെ നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരി, നമ്മുടെ ചർച്ചിൽ ഒരു സഹോദരി ഭയങ്കര ഹൈന്ദവ ചുറ്റുപാടിന് വിശ്വാസത്തിലേക്ക് വന്നൊരു ലേഡിയാണ്. അപ്പം ആ ദേശത്ത് മുഴുവൻ ഹിന്ദുസാണ്, ഒറ്റ ക്രിസ്ത്യൻസ് പോലും ഇല്ല. നമുക്കവിടെ ചെല്ലത്തില്ല, അത്ര ഫൈറ്റിംഗ് ഉള്ള ഏരിയയാണ്. അപ്പൊ ആ ഏരിയയിൽ ഈ കുടുംബം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. ഇവർ ഭയങ്കര എതിർപ്പാ, ഈ സഹോദരനും ഭയങ്കര എതിർപ്പാ, ഒരു രീതിയിലൂടെ നിൽക്കത്തില്ല, ഭയങ്കര നിന്നയും കളി, ഭയങ്കര പരിഹാസം അങ്ങനെ. പക്ഷെ ഇവര് കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് നിൽക്കുക, അങ്ങനെ നിൽക്കുന്ന ഒരു സഹോദരി. അപ്പൊ ഈ സഹോദരി ഒറ്റ മീറ്റിംഗ് മിസ്സാക്കത്തില്ല, നമ്മുടെ ചർച്ചിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ദിവസം എന്നെ ഫോൺ ചെയ്യുക, പാസ്റ്ററെ എന്റെ അച്ഛന്റെ പെങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഫോണിലാണ് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഇഷ്യൂസ് എന്താ, എന്താ വിഷയം എന്താ? അത് ഞാൻ പറഞ്ഞു, ഈ അൾസർ വയറ്റിൽ പഴുത്തിട്ട് വയറിനകുമ്പോഴെ പൊട്ടി, അൾസർ ഒന്ന് പഴുത്ത് കൂട്ടി, സ്കാനിങ് പലത് കഴിഞ്ഞു. ഞാൻ ഈ സാക്ഷിയുടെ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. സ്കാനിങ് പലത് കഴിഞ്ഞു, പക്ഷെ ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പൊ ആൾക്കൊരു 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇത് ഓപ്പറേഷൻ ചെയ്യാനും പറ്റുന്നില്ല, ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഭയങ്കര നിലവിളിയാണ്, രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി. 1/2 ഗ്ലാസ് പാലിനകത്ത് ഈ പച്ചപ്പഴമുള്ള ചിങ്ങമ്പഴം ഹാഫ് ഒരെണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് മിക്സിക്കകത്ത് ഇത് അടിച്ചിട്ട് ഈ 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് കുടിക്കും. അതിൽ കൂടുതൽ ചെന്നാൽ ഭയങ്കര പെയിൻഫുള്ളാണ്, ഭയങ്കര അലർച്ചയാണ്. ഇങ്ങനെ മുടി പറിക്കും എന്ന് പറഞ്ഞു, വേദന കാരണം മുടി തലേന്ന് വലിച്ചു പറിച്ചെടുക്കുക, രാത്രി ഉറക്കമില്ല, ഭയങ്കര നിലവിളിയാണ്. അപ്പൊ ഈ ആന്റിയുടെ അച്ഛന്റെ പെങ്ങളാണ്. അപ്പൊ ഈ ബിന്ദു ആന്റിയെ ഭയങ്കര കളിയാക്കി ഇവരുടെ കുടുംബക്കാർ മുഴുവൻ. സൂത്രം പറഞ്ഞ് ഭയങ്കര കളിയാക്കാം. അപ്പൊ ഈ ബിന്ദു ആന്റി ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടി വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ബിന്ദു ആന്റി പറഞ്ഞു, അപ്പച്ചി ഞാൻ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കട്ടെ. അപ്പൊ എന്ന് കളിയാക്കി ബിന്ദു ആന്റിയെ. ഉടനെ ഭയങ്കര പെയിൻഫുൾ ആയ കാരണം ഈ അമ്മച്ചി പറഞ്ഞു, നീ ആരേലും വിളി, ഞാൻ ഇപ്പൊ ചത്തു, നീക്ക് അതുപോലെ വേദനയാണ്. അപ്പൊ ഈ ആന്റിയുടെ മക്കള് പറഞ്ഞു, ചേച്ചി പാസ്റ്ററയോ തിരുമേനിയോ ആരേലും വിളി, ഞങ്ങൾ ദിവസങ്ങളായി ഉറങ്ങിയിട്ട്, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നാളെ സ്കാനിങ്ങാ, നാളത്തെ വെക്കാൻ പറ്റില്ല, ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നാ പറഞ്ഞേ, ഇത് എന്തിനും ചെയ്തേ പറ്റൂ, അതുപോലെ വേദനയാ, രാത്രി ഉറക്കമില്ല, ഭക്ഷണം കഴിക്കത്തില്ല. ബിന്ദുവാനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇന്ന പോലെ വിഷയം, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം, ഭയങ്കര വേദന, നിലവിളിയാ, നാളെ സ്കാനിങ്, പക്ഷെ ഇപ്പൊ പോകാൻ വേണ്ടി നിൽക്കുക, ഒരു രക്ഷയില്ല, പാസ്റ്റർ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചെയ്യും, ബിന്ദു ആന്റി ഇപ്പൊ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തോളാം. ബിന്ദു ആന്റി 1/2 ഗ്ലാസ് വെള്ളം എടുത്തു. ഞാൻ വീട്ടിലും ബിന്ദു ആന്റി ഈ രോഗം പിടിച്ചിരുന്ന അമ്മച്ചിയുടെ വീട്ടിൽ ഞാൻ പറയും കയ്യിലെടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ബിന്ദുവാനി കയ്യിലെടുത്ത് വിളിച്ചില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇവിടെ ബിന്ദുവാന്റെ അവിടെയാ, അതിവേഗം പായുന്ന ദൈവത്തിന്റെ വചനം ഞാൻ അയക്കുക, ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണ്. ബിന്ദുവാന്റെ കയ്യിലിരിക്കുന്ന പച്ച വെള്ളത്തെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, ഇതിനെ പഥ്യമാക്കണം, യേശുവിന്റെ രക്തം കൊണ്ട് മുദ്ര വെക്കുന്നു, ഒരു അത്ഭുതം നടക്കണം. ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ അമ്മച്ചി ഹീലാണെന്ന് പറഞ്ഞു. ഞാൻ ഈ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുക. ആമേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. ബിന്ദുവാനി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, പാസ്റ്ററെ അമ്മച്ചിയുടെ ദേഹത്തെല്ലാം ചരട് കെട്ടിരിക്കുക, രക്ഷയ്ക്കുള്ള ചരട് കെട്ടിരിക്കുക. ബിന്ദുവാന്റെ ആ ചരട് അങ്ങ് പൊട്ടി. ഞാൻ പറഞ്ഞു പൊട്ടിച്ചോളാൻ പറഞ്ഞു. ചരട് പൊട്ടിക്കട്ടെ വെച്ചു. അന്നേരം അവര് പറഞ്ഞു, നീ എല്ലാം പൊട്ടിച്ചോളാൻ പറഞ്ഞു, വേദന കാരണം ഇനി ചരടിന് രക്ഷയിലുണ്ടായി, പൊട്ടിച്ചോളാൻ പറഞ്ഞു. ഇവർ തന്നെ ചരട് പൊട്ടിച്ചു, പ്രാർത്ഥിച്ചു, വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു, ഫോൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു. അമ്മച്ചിയുടെ ചെയ്ത് ഫോൺ വെച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ഉള്ളിൽ ചെന്ന യേശുവിന്റെ രക്തമാണ്, ഞാൻ വിശ്വസിക്കുന്നു, നാസറായന്റെ നാമത്തിൽ സൗഖ്യമാക്കണം, നസ്രായന്റെ നാമത്തിൽ സൗഖ്യമാമണം. ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു. കുറച്ച് വേദന മാറി, കുറച്ചിലേക്ക് വേദന മാറി. നിങ്ങൾക്കറിയാവോ പ്രിയരെ, പിറ്റേ ദിവസം രാവിലെ എനിക്ക് ബീഫ് കൂട്ടി ചോറ് വേണം. അപ്പൊ ഈ 1/2 ഗ്ലാസ് പാലിനകത്ത് ഒരു പഴത്തിന്റെ പകുതി മിക്സിയിൽ അടിച്ച് കുടിച്ചോണ്ടിരുന്ന ആന്റിയാ, അമ്മച്ചിയാ, എനിക്ക് ബീഫ് കൂട്ടി ചോറ് വേണമെന്ന് പറഞ്ഞു.
നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവർ രാവിലെ തന്നെ പോയി ബീഫ് മേടിച്ചു കൊണ്ടുവന്നു, കറി വെച്ചു, വയറ് നിറയെ ബീഫ് കൂട്ടി ചോറുണ്ടു. പ്രിയരെ, ഈ നിമിഷം വരെ ആ രോഗം വന്നിട്ടില്ല. ഈ നിമിഷം വരെ അൾസർ എന്ന് പറയുന്ന സംഭവം ആർക്കില്ല. ആ സ്പോട്ട് ഫീലായി. ഇത് നടക്കുന്നത് 2019 അവസാനം, 2020, ഇന്ന് 26. 6 വർഷമായിട്ട് അമ്മച്ചി ആരോഗ്യത്തോടെ ഇന്നും ദൈവത്തെ സ്തുതിക്കുക. ഒരു കംപ്ലൈന്റും ഇല്ല, അവൻ ഓപ്പറേഷനും ഇല്ല, അവൻ അൾസറും ഇല്ല, ആസിഡിറ്റി ഇല്ല. അവൻ 3 നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, മിടുക്കിയായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞാനത് പറയാനുള്ള കാരണം, വാക്കിന് അധികാരമുണ്ടോ? വാക്കിന് അധികാരമുണ്ടോ? ഇങ്ങനെ വിശ്വസിച്ച് ഇന്നത്തെ മെസ്സേജ് അതാ. വചനമായിട്ടിരുന്നു. നിങ്ങൾ ദൂതിലേക്ക് വന്നേ, വചനമായിട്ടിരുന്നു. 30 വർഷം ഈ വചനമായിട്ടിരുന്നു. ആണ്, അതെ. ഈ വചനം ഒന്നും ചെയ്തില്ല. ചെയ്തോ? ഇല്ല. പുസ്തകം മുഴുവൻ നോക്കിക്കോ, വചനം ഒന്നും ചെയ്തിട്ടില്ല. ഈ 30 വർഷം. കാരണം വചനം ജഡമായി തീർന്നാ പറഞ്ഞേ, മനുഷ്യരുടെ ഇടയിൽ പാർത്തെന്നാ പറഞ്ഞേ. പക്ഷേ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി സഭയെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നവരെ കൊണ്ട് വചനപ്രകാരം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നവരെ കൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് ആമേൻ. പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നവരെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യിക്കാൻ പോവാം. ഉടമന ധനകൽ കരാതര. ഇത് വിശ്വസിച്ചോണം കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ ഒരു സാക്ഷിയെ പറഞ്ഞുള്ളൂ. എന്നെ ഈ പട്ടണത്തിൽ ഉറപ്പിച്ചതും, എന്നെ ഈ പട്ടണം, ഞാൻ 2017 ഇവിടെ വന്ന ചാത്തു. എന്റെ സ്വദേശം കോട്ടയമാണ്. ഞാൻ കോട്ടയംകാരനാണ്. ഞാൻ ഈ കൊല്ലം ചാത്തന്റെ ഒരു വന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്ന. ഞാൻ നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇവിടെ വരുമ്പോ എന്റെ കൂടെ നിൽക്കുന്ന ഒറ്റ ആൾ പോലും ഇല്ല. ഒറ്റൊരു വ്യക്തി പോലും എന്റെ കൂടെ നിൽക്കാൻ. പാസ്റ്റർ സഭ തുടങ്ങിക്കൂ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒറ്റ കുഞ്ഞെന്റെ കൂടെ ഇല്ല. ഒരാൾ പോലും അങ്ങനെ ധൈര്യത്തോടെ പറയാനില്ലാതെ ഒരു ദൈവ ശബ്ദത്തിന്റെ പുറത്ത് മാത്രം ഞാൻ ഈ നാട്ടിൽ വന്നതാണ്. റമന ഹത്യ റബല. ഒറ്റക്കാരി ഞാൻ പറയാം. സ്തോത്രം. ഇന്ന് എന്റെ കൂട്ടത്തിൽ കൂടുന്ന ഒരു കൂട്ടം, 10-100 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ ദൈവാത്മാവ് ഈ ദൈവസഭയ്ക്കകത്ത് സ്വർഗത്തിലെ ദൈവം തന്നെങ്കിൽ ഒറ്റക്കാരി ഞാൻ പറയാം. ഞാൻ ഈ കൂട്ടായ്മയ്ക്കകത്ത്, സഭയ്ക്കകത്ത് ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നോർമലായിട്ട് വന്നവർ കൈ കുറച്ച് സ്വോത്രം പറയാൻ പറയും. ഈ ചർച്ചിനകത്ത് നോർമലായി വന്നവർ സ്വോത്രം പറയാൻ പറഞ്ഞാൽ ഒറ്റ കൈ പോലും ഈ സഭ പൊങ്ങത്തില്ല. നോർമലായിട്ട് വന്ന ആരെങ്കിലും സ്വോത്രം പറഞ്ഞാൽ ഒറ്റ കൈ ഈ സഭയെ പൊങ്ങത്തില്ല. കാരണം എല്ലാത്തിനും ഭൂതവും പിശാചും ബന്ധനവും ആവിചാരവും ശുദ്രവും മാനസിക പ്രശ്നങ്ങളും മാറാരോഗവും അങ്ങനെ പിടിച്ചതിനകത്ത് കയറിയതാ. ഞാൻ ശക്തമായി പറയാം, അനുഭവത്തിൽ നിന്ന് പറയാം. വചനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങിയപ്പോ ദൈവസഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നവും ആയിക്കോട്ടെ, ഈ രാത്രി വിശ്വസിച്ച് വചനത്തിനകത്ത് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചലിക്കാൻ തുടങ്ങിയാൽ ഏത് ബൗണ്ടറിയും പൊളിക്കുവാൻ വചനത്തിനും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും കഴിയും. ഇന്ന് രാത്രി ഭാരപ്പെടേണ്ട കേട്ടോ. ഇന്ന് രാത്രി ആരും ഭാരപ്പെടേണ്ട. ധൈര്യത്തോടെ ഇരി. ഇതിനകത്ത് ആരും ഭാരപ്പെടേണ്ട. ധൈര്യത്തോടെ ഇരി. ശമന ധനകൽക്കരാതര, ശമന ധനകൽക്കരാതര. സംഗീത സിസ്റ്ററല്ലേ? ആമേൻ. ഇന്ന് രാത്രി വിശ്വസിച്ച് സഹോദരി, നിങ്ങൾ ആഴമായിട്ട് വിശ്വസിച്ച് ധൈര്യമായിട്ടിരി. നീക്കുപോക്കി യഹോവയുടെ കരത്തിലാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. സഹോദരി, നിങ്ങളോട് പറയാൻ പറയുന്നു, നീക്കുപോക്കി യഹോവയുടെ കരത്തിലാണെന്ന്. ഇല്ല, തീർന്നില്ല. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന്. പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളത്.
ഒരു വലിയ ജയം, ഒരു യഹോവ നിസി, യഹോവ ജയക്കൊടി. ഉടമന ധനകൽ കരാതര ദുരബലധന ധനകൽ കരാതര ധീരപ്രൗഢ മനഗതനാദന കൽക്കരാതര. ആമേൻ, ആമേൻ, ആമേൻ. യഹോവ നിസി, യഹോവ ജയക്കൊടി. ജയത്തിന് ചില കൊടികൾ ഉയരാൻ പോകുകയാണ്. ജയത്തിന് ചില കൊടികൾ ഉയരാൻ പോകുകയാണ്. ചില ദൈവ പ്രവർത്തികൾ നടക്കാൻ പോകുകയാണ്. വിശ്വസിച്ചോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ, ആമേൻ, ആമേൻ ചില ആരംഭങ്ങൾ കുറിക്കുന്നത് പോലെ ചില ആരംഭങ്ങൾ കുറിക്കുന്നത് പോലെ ദൈവാത്മാവ് ചില ആരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറിക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് ചില അത്ഭുതങ്ങൾ നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ പോകുകയാണ്. ഉടമന ധനകൽ കരാതര ഉടമല ധരകൽ കരാതര. അളവുപോലെ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഒരു ദൂത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അളവുപോലെ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ആമേൻ. ചിലത് അളന്ന് തിരിച്ച് ആളന്ന് തിരിച്ച് റമമാ ശബബബബബബ. ചിലത് ആളന്ന് തിരിച്ച് നിങ്ങളുടെ പക്കൽ വരുന്നതായി പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ചില അളവുകൾ നടക്കുന്നു. ഉടരബബബബബ ശബരദര ബലഗദന. അതിനകത്ത് ചില ജയം നടക്കാൻ പോകുകയാണ്. ഉടമന ധനകൽക്കരാതര. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളാണ്. ആമേൻ, ആമേൻ, ആമേൻ. അതിന് തിരിച്ച് ആളന്ന് ആമേൻ, ആമേൻ നിങ്ങളുടെ പക്കൽ ചില നന്മകൾ കൈമാറുന്നത്, ദേശത്തിന്റെ നന്മ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദേശത്തിന്റെ നന്മ ഞാൻ നിന്റെ പക്കൽ ഏൽപ്പിക്കും. യെസ്. ഉടറബ അറബ ഷിയാം ദര ഹൽഖര ദര ദരകൽ ഖരാദര ഉടമന ധനകൽ ഖരാദര. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് കഴിഞ്ഞ ദിവസവും പ്രാർത്ഥിച്ചില്ലേ? ഉടമര ധനകൽ ഖരാദര. അവൻ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്ന് ഒന്നല്ല പലവട്ടം പ്രാർത്ഥിച്ചില്ലേ? ഉടമര ധനകൽ ഖരാദര ഉടമന ധനകൽക്കരം ധരകൽക്കരം. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. ആമേൻ, ആമേൻ. ചിലത് ജീവിക്കാൻ പോകുകയാണ്, ചില ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. യെസ്, ചില ഉയർപ്പുകൾ ലൈഫിൽ നടക്കാൻ പോകുകയാണ്. ഉടമന കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ ചില ഭാരപ്പെട്ട വിഷയങ്ങൾക്ക് നീക്കുപോക്ക് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ആമൻ. യഹോവയുടെ വായിന്ന് പുറപ്പെട്ടത് യഹോവയുടെ വചനമാകിയാൽ അതിന്റെ പ്രവൃത്തിയത് മടങ്ങി വരത്തില്ല. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു, നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. ഉടമന ധനകൽക്കരം ധരകൽക്കരം ധരകൽക്കരം. അപ്പോൾ തന്നെ ആമേൻ, ആമേൻ. അനുബ്രദറിനോട് അനുമനുസുതൻ അല്ലെ വീണ്ടും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ആമേൻ, ആമേൻ. ഞാൻ ആമേൻ, ആമേൻ. ദൈവാസന നിങ്ങളെ സ്വസ്ഥത നൽകി അനുഗ്രഹിക്കും. ഉടമന ധനകൽക്കരം ധര. ചില കരുതലുകൾ നിങ്ങൾക്കും വെളിപ്പെടും. ഉടമനം ധനകൽക്കരം ധരകൽക്കരം ധരകൽക്കരം. ഉറപ്പിക്കാൻ പോകുന്നു പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അടംബരം ധീരകൽക്കരം. പെട്ടകം അരാറാത്ത പർവ്വതത്തിൽ ഉറച്ചതുപോലെ ഉടമനം ധനകൽക്കരം ധരധരം ധരം ധരം ധരകൽക്കരം. നിങ്ങൾ ഉറപ്പിക്കും കേട്ടോ. നിങ്ങൾ ഉറപ്പിക്കും, 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 ഉറപ്പിക്കും. ഭാരപ്പെടേണ്ടത് ഉറപ്പിക്കും. ശമന ധരമന ഹതിയ അതന ധനകൽ ഖരാതര. അധികം വിദൂരമല്ല. ശമമമ. ആ വാഗ്ദത്തം വേഗത്തിൽ നടക്കും. ദൈവ പ്രവർത്തി അതിനകത്ത് ചലിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ. ഉടവരം വിരകൽ കരം ധരം 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 ധരം. യേശുവിന്റെ നാമത്തിൽ. യെസ്, ചില കരുതലുകൾ വെളിപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചില കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി. യെസ്, യെസ്, യെസ്. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ ആണയിട്ട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു. നിങ്ങൾ വിചാരിച്ചു ഉടമന ഇനി നടക്കത്തില്ല, ആ പ്രതീക്ഷ കൈവിട്ടു, ഉടമരം ധരകൽക്കരം എനിക്കില്ല, ആമേൻ, എനിക്ക് നന്മയില്ല, ആമേൻ, ആമേൻ, ആമേൻ. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് കണക്കൂട്ടിയ കാര്യങ്ങളാ പരിശുദ്ധാത്മാ പറയുന്നത്. ഉടമന ഇല്ല, ആമേൻ. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ. കരുതൽ വെളിപ്പെടും. കരുതിയിട്ടുണ്ടെന്ന് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു. കൈവിട്ട് പോയിട്ടില്ലെന്ന് പറയാൻ പരിശുദ്ധാത്മാ പറയുന്നു. ഉടമനം ധനകൽക്ക്. അപ്പോൾ തന്നെ അസാധാരണ ഹീലിംഗ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ നടക്കുന്നു പരിശുദ്ധാത്മാ പറയുന്നു. അസാധാരണ ഹീലിംഗ്, സൗഖ്യം നടക്കുമെന്ന് പറയാൻ. സൗഖ്യങ്ങൾ, സൗഖ്യം, സൗഖ്യം നടക്കുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. ഉടമന ഹത്തിയ റബല ശന്തര ധരകൽക്കരം വരഘട്ടം കടകരം.
യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം ചലിക്കും, ഒരു അഭിഷേകം ചലിക്കും. ഇന്ന് രാത്രി എവിടേക്കോ ദൈവാത്മാവ് തൊടുക, എവിടേക്കോ ദൈവാത്മാവ് തൊടുക, ദൈവാത്മാവ് തൊടുക. രഞ്ജിത്ത് ബ്രദറെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂതൻ നിങ്ങൾക്ക് വേണ്ടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ രാത്രി വിശ്വസിച്ച് ഉടം വരം വരം വരം. സൂര്യൻ അസ്തമിച്ചത് നിങ്ങൾ പറയുന്നു. ഇല്ലില്ല, സൂര്യൻ അസ്തമിച്ചത് നിങ്ങൾ പറയുന്നു. ആമൻ, കല്ല് തലയണയാന്ന് നിങ്ങൾ പറയുന്നു. ഉടമനം ധനകൽക്കരം ധരകൽക്കരം 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 ധരകൽക്കരം. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇല്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല, കല്ല് തലയണയുമല്ല, രണ്ട് കൂട്ടമായി അവൻ ഒറ്റയ്ക്ക് പോയവനെ മഹാസൈന്യമാക്കി മാറ്റിയതുപോലെ ഉടമന ദരകൾ കരാതര ദരകൾ കരാതര. പ്രതീക്ഷ കൈവിടണ്ട, ഒരു സൈന്യമാക്കി ദൈവം എഴുന്നേൽപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുക. ശമന ധനകത്തരം അടകച്ചൂടം വരകത്തീരി ധീരപ്പാര ചൂടാചാര ശരമന ഹദിയ റന്തര ദിഗൽ കരാ ജരാ ധരാ 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 ധരാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനായി, ചില തുടക്കങ്ങൾ കുറിക്കാൻ പോകുന്നതിനായി, ചില ദൈവ പ്രവർത്തികൾ തന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില യുദ്ധങ്ങൾക്ക് വിരാമമിടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ചില യുദ്ധങ്ങൾക്ക് വിരാമമിടാൻ പോകുകയാണ്. യെസ് യെസ് യെസ്. അറബ ശബര ദരകൽ ഖരാദര അറബല ദരകൽ ഖരാദര. ചില യുദ്ധങ്ങൾക്ക് ദൈവാത്മാവ് വിരാമമിടാൻ പോകുകയാണ്. ചിലത് ദൈവാത്മാവ് അവൻ റിസൾട്ടുകളോടെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഉടമ്പരം ധീരഘട്ടം ഘടകലം രഞ്ജിത് വിശ്വസിച്ചു. ചില ദൈവാത്മാവ് ഏൽപ്പിക്കാൻ പോകുകയാണ്. ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് ആ വിടുതലുകൾ നടക്കട്ടെ. യെസ്. ഉടമനം ധനം ധനം ധനം. ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കുന്നു കേട്ടോ. ഒരു കൊയ്ത്തിന്റെ അനുഭവത്തിലേക്ക്. യെസ് യെസ്. ഉടമ ഹത്തിയ റബല അടംബരം ധീരകൽക്കരം. യേശുവിന്റെ നാമത്തിൽ ചില അത്ഭുതകരമായ വിടുതലുകൾ. ചിലത് എഴുതി ചേർക്കും, ചിലത് എഴുതി ചേർക്കും, ചിലത് എഴുതി ചേർക്കും, ചിലത് എഴുതി ചേർക്കും. ജീവിതത്തിൽ ചിലത് എഴുതി ചേർക്കാൻ പോകുകയാണ്, ചിലത് കൂട്ടത്തിൽ കൂട്ടാൻ പോകുകയാണ്. യെസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നല്ലോ. ചിലത് കവർ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. കവർ ചെയ്യും, കവർ ചെയ്യും. പൂർത്തീകരിക്കും, പൂർത്തീകരിക്കും, പൂർത്തീകരിക്കും. ചിലത് കവർ ചെയ്യും. യെസ്. റമന ഹത്തിയ ലബന 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 ലബന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യെസ് യെസ് യെസ്. ഉടമമ ശബബബ ശബബബ ശബബബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു കോളിംഗ് തന്നെ മേൽ കിടക്കുന്നല്ലോ, ഒരു കോളിംഗ് തന്നെ മേൽ കിടക്കുന്നല്ലോ. ഇന്നത്തെ വചനത്തിന്റെ അകത്തുനിന്ന് വെളിപ്പെടുന്ന കോളിംഗ്, ചിലത് പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നിങ്ങളുടെ മേൽ വീഴുന്നു എന്ന്. ഓ റമന ദിയാ റബല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ആ മനുഷ്യത് പൂർത്തീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ആമന ചലനം നിങ്ങളുടെ മേൽ വീഴുകയാണ്. സ്വർഗം അത് ചെയ്യുകയാണ്. യെസ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ വായിന്ന് പുറപ്പെടുന്നത് യഹോവയുടെ വചനമാണ്. അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്താണോ ദൈവാത്മാവ് ഇടപെടുന്നത് അതിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് എത്തിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൂത് നിവർത്തീകരിക്കപ്പെടട്ടെ. ഒരത്ഭുതമായി മാറട്ടെ, ഒരത്ഭുതമായി മാറട്ടെ. നമുക്ക് മടങ്ങി വരാം. ദൂതേക്കൊന്ന് മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാതി വഴി ദൂത് മുറിച്ചിട്ട് പോവുകയാണ്.
ആമേൻ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. വചനത്തെ ചലിപ്പിച്ചത് നമുക്കറിയാം, ആത്മാവിന്റെ നിറവാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്, അല്ലെ? വചനത്തെ ചലിപ്പിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആത്മാവിന്റെ നിറവിൽ നിന്നുള്ള പറഞ്ഞു. ഗലാത്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ വചനം കിടപ്പുണ്ടേ: നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളെ കൊണ്ട് വീര്യപ്രവർത്തികളെ ചെയ്യിപ്പിക്കുന്നവൻ. ആമേൻ. നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ നൽകി. യെസ്, ആമേൻ. നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിനെ നൽകി. യെസ്, നിങ്ങളെ കൊണ്ട് വീര്യപ്രവർത്തികളെ ചെയ്യിപ്പിക്കുന്നവൻ, അല്ലെ? അങ്ങനെ വചനം, അങ്ങനെ വചനം ഗലാത്യർക്ക് ലേഖനത്തിൽ കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവിനെ, ആമേൻ, ആത്മാവിനെ നൽകി നിങ്ങളെ കൊണ്ട് വീര്യപ്രവർത്തികളെ ചെയ്യിപ്പിക്കുന്ന ആമേൻ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. വചനത്തിന്റെ മേൽ, അതാ പറഞ്ഞു, വചനത്തിന്റെ മേൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങിയപ്പം, സ്തോത്രം, 3-ാം നാൾ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഇതിങ്ങനെ പ്രസംഗിച്ചു പോയി, ഞാനിങ്ങനെ പ്രസംഗിച്ച് പോയിക്കൊണ്ടേയിരിക്കും. 3-ാം നാൾ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഏതാ ഈ 3-ാം നാൾ? എന്ന് തീ ഇറങ്ങിയോ, എന്ന് ദൈവശക്തി ഇറങ്ങിയോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് വെളിപ്പെട്ടോ, അന്ന് തുടങ്ങി 3-ാമത്തെ ദിവസം. ഹലോ, ആമേൻ. എന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയോ, കണ്ടോ? അതാ പറഞ്ഞേ, എന്ന് വചനത്തിന്റെ മേൽ എന്ന് തീ വീണോ, എന്ന് ശക്തി ഇറങ്ങിയോ. ആമേൻ. സ്തോത്രം. അത് അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ പതിവ് പോലെ പള്ളിയിൽ വന്നു, അല്ലേ? പതിവ് പോലെ പള്ളിയിൽ വന്നു. ഈ അവിടെ ഇരുന്നവരെല്ലാം വട്ടം കൂടി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയോ? കുറച്ചു ദിവസമായി കണ്ടിട്ട് ചെക്കൻ വന്നിട്ടുണ്ട്. കുറച്ചു ദിവസമായി കണ്ടിട്ട് മറിയയുടെ മോനെ വന്നിട്ടുണ്ട്, ജോസഫിന്റെ ചെറുക്കനെ വന്നിട്ടുണ്ട്. അങ്ങനെ അവര് പറഞ്ഞേ, പതിവ് പോലെ പുസ്തകം തുറന്നു, അല്ലേ? അങ്ങനെയാ. അപ്പൊ ശുശ്രൂഷ ചെയ്യാറുണ്ട്, പുസ്തകം എടുക്കാറുണ്ട്, പുസ്തകം വായിക്കാറുമുണ്ട്. പക്ഷേ ഈ 40 ദിവസത്തെ പോക്ക് കഴിഞ്ഞ് തിരിച്ചൊരു വരവ് വന്നു, അല്ലേ? അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നുണ്ടല്ലോ, പിടിച്ചോണം. ഇന്ന് ഈ ദൂരെ നിങ്ങൾ വിടരുതെന്നാ പറഞ്ഞ, വിടരുത് ഈ ദൂരം. 40 ദിവസം കഴിഞ്ഞൊരു വരവ് വന്നു. അതാ പറഞ്ഞേ, ഈ പരിശുദ്ധാത്മാവ് ഒരു കൊണ്ടുപോയാലുണ്ടല്ലോ, ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോയാൽ 40 ദിവസത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഒരു തിരിച്ചുവരവ് വന്നു. വന്നവർക്ക് മനസ്സിലായില്ല ഈ വന്നതാരാ. അവര് വിചാരിച്ചു 40 ദിവസം മുമ്പ് പോയ പുള്ളി വന്നതാന്നാ വിചാരിച്ച. പക്ഷേ അല്ല. ആമേൻ. 40 ദിവസത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ, ആമേൻ, യേശു 40 ദിവസം കഴിഞ്ഞൊരു വരവ്. പുസ്തകം കയ്യിലെടുത്തു, അല്ലേ? ബദ്ധന്മാർക്ക് വിടുതലും, കുരുടന്മാർക്ക് കാഴ്ചയും, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയപ്പാൻ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, അവൻ തിരഞ്ഞെടുത്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അല്ലെ? ഇത് പറഞ്ഞു. പുസ്തകം അടച്ചു. സകലരെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു. കാരണം ഇത്ര നാള് വായിച്ചതുപോലെയുള്ളൊരു വായനയല്ല ഇപ്പൊ വായിച്ചേ. ആണോ? അല്ല. ആമേൻ. കാരണം
40 ദിവസം പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി വേറിട്ട അനുഭവത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോ പുസ്തകം എടുത്തപ്പോ തലം മാറി. ഹലോ, ആമേൻ. ദൂതന് കിട്ടുന്നുണ്ടോ? ആത്മാവിന്റെ ശക്തിയിൽ പുസ്തകം എടുത്തപ്പോ തലം മാറി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചു. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ പറഞ്ഞത് ഏതാ? 30 വർഷം മുമ്പ് കേട്ട ആലോചന നിവൃത്തിയായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ 40 ദിവസത്തെ ഇരിപ്പിന് ശേഷമാണ്. എന്ന് പരിശുദ്ധാത്മാവ് വന്നോ, എന്ന് വേറിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നോ, അന്ന് ആ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെട്ടു. ആണേ? അതെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് ലമന ഹത്തിയ റബല നമുക്ക് വേണ്ടി തന്നെ എന്നറിയുമോ? പരിശുദ്ധാത്മാവിന്റെ നിറവ ആണോ? ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന്, പ്രിയരേ, ഞാനത് പറയുന്നേ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ മെസ്സേജ് മുഴുവൻ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില വിഷയത്തിനകത്ത് നമ്മളെ മാറ്റി, നമ്മളെ സെപ്പറേറ്റ് ആക്കി ഇരുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, പറഞ്ഞ ദൂത് നിവൃത്തീകരിക്കപ്പെടാനാണ്. ദൂത് പിടികിട്ടിയോ? നമ്മളെ മാറ്റി ദൈവം നിർത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, ചില ബൗണ്ടറികൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് പിടിച്ച ചില കൊമ്പില്ലേ, നമ്മളായിട്ട് പിടിച്ച ചില തലങ്ങളുണ്ടല്ലോ, ആ തലങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോ, ദൈവം പറഞ്ഞ വാഗ്ദത്തം നടക്കാനാ. ദൈവം പറഞ്ഞ വാഗ്ദത്തം നടക്കാനാ. ഞാൻ നിർത്തട്ടെ പ്രിയരെ. ലമന ഹത്യ റബല ഷിയാബ്ദര. കർത്താവ് അനുവദിച്ച നമ്മൾ ഇനി ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ലമന ഹത്യ റബല ശമനെ അതന ധനാധന ധനകൽക്കരാധന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി എല്ലാം കണ്ണു നടക്കാമോ? കർത്താവേ, ദൂതിന് മുമ്പാകെ സഭയെ ഞാൻ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് മറുജുവർഷക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭയുടെ നായകനാക്കി പരിശുദ്ധാത്മാവ് തന്നെ ആക്കി വെച്ചതാണ്. ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ തന്റെ യേശുവെ അങ്ങയുടെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആക്കി വെച്ച അഭിഷിക്തൻ ഇന്ന് രാത്രി അഭിഷിക്തന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ മഹത്വം. അഭിഷിക്തനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വചനം പറയുന്നു കേട്ടോ. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ലമഹത്യ റബല. യേശുവിന്റെ നാമത്തിൽ ഉടമഹത്യ റബല. എന്നോട് അഭിഷിക്ത, എന്നോട് ഇങ്ങനെ ഒരു വചനം പറയുന്നു. യേശു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണം, നിങ്ങൾ പോകുമ്പം അത്താഴം കഴിക്കാൻ ഇടം അത് ആവശ്യമാണ്. നിങ്ങൾ ചെല്ലുമ്പം ഒരു കുടം വെള്ളവും പേറി ഒരാൾ നിൽക്കുന്നത് കാണും. അവനോട് ചോദിക്കണം, വിരിച്ചൊരുക്കിയ മാളിക മുറി ഞാൻ കാട്ടിത്തരും. അവൻ കാട്ടിത്തരും. ദൈവാത്മാവ് പറയുന്നു, ഈ മീറ്റിംഗിന് ഈ സെക്ഷൻ അവസാനിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ അഭിഷിക്ത ശക്തമായി ദൂത് പറയുന്നു. 30 ദിവസത്തിന്റെ യാഗം, ഒരസാധാരണമായ ദൈവപ്രവൃത്തി, പിരിച്ചൊരുക്കിയ ചില മാളിക മുറികൾ അഭിഷിക്ത ദൈവാത്മാവ് ഓപ്പൺ ആക്കാൻ പോവാ. വിശ്വസിച്ചു. 30 ദിവസത്തിനകം 30 ദിവസത്തിനകം തിരിച്ചൊരിക്കൽ ചില പ്ലാറ്റ്ഫോമുകൾ, ചില മാളിക മുറികൾ അഭിഷിക്ത നിങ്ങളുടെ കയ്യിൽ ചില ചാവികൾ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാൻ പോവാ. ഓ ലേബേഷിയ ലാസി ശ്മനാദിയ ഹത്തിയ ലുബരിയ ഹത്തി ഷേഖേലെദി. യേശുവിന്റെ നാമത്തിൽ അത്താത്മൽ കൂട്ടം ദൈവസഭ ആത്മാവിൽ പിടിച്ചേ. റിബഹത്തി ബിശി. യേശുവിന്റെ നാമത്തിൽ
ഈ സെക്ഷൻ ഞങ്ങൾ അവസാനിക്കുമ്പോൾ ആ താക്കോൽ കൂട്ടം പിടിച്ചോണ്ട് അവസാനിപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് വീഴുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് യഹോവയുടെ വചനമാകിയാൽ അതതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ആത്മാവിൽ പ്രവചിപ്പിച്ചു, അത് നടക്കും. പറഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒന്നും കണ്ടുകൊണ്ടല്ല, ഒരുക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ചില മുഖാന്തരങ്ങളും വഴികളും ഒക്കെ ഒരുക്കി ദൈവാത്മാവിന്റെ അഭിഷിക്തനെ, സഭയെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യും. ആമേൻ. കൂട്ടുദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഉടമനാധന ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ശക്തിയോടെ ആ രാജ്യത്ത് എഴുന്നേൽക്കട്ടെ. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. ഇന്ന് രാത്രി സുമിതി ജോർജ് എല്ലാവർക്കായി സ്തോത്രം കർത്താവേ. ആമേൻ. ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ ആമേൻ ദൂതുകൾ ചിന്തിക്കുവാൻ ദൈവാത്മാവ് തന്ന തലങ്ങൾക്കായി സ്തോത്രമപ്പാ. മുഴുവൻ മഹത്വം എന്റെ പപ്പയ്ക്ക് മാത്രം അടിയനെ ഉപയോഗിച്ചല്ലോ. ആത്മാവിനെ കീഴ്പ്പെടുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് എന്ന അവസരത്തെ നന്ദി പറയുന്നു. അവസരം ഒരുക്കി തന്ന ആമേൻ മനോജ് പാസ്റ്റർ, രഞ്ജിത്ത് ബ്രദർ, എല്ലാ അഭിഷിക്തനും ആമേൻ എല്ലാ കുടുംബങ്ങളുടെ പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി കേട്ട ദൂതിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിറവ് ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകി തരണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പാ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൽ ആമേൻ എടുത്തുകൊണ്ട് പോകുന്ന തലങ്ങൾ വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മശക്തിയിൽ ആമേൻ പുറപ്പെട്ടു പോകുന്ന ആത്മശക്തിയിൽ ചിലത് ചെയ്തെടുക്കുന്ന, ആത്മശക്തിയിൽ ചിലത് ശുശ്രൂഷിക്കുന്ന നിലവാരത്തിൽ കർത്താവെ ഈ സഭയ്ക്കകത്ത് നിന്ന് ഭയങ്കരമായിരിക്കുന്ന ആമേൻ സ്തോത്രം ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. കർത്താവിൻ്റെ ദാസൻ ആമേൻ സ്തോത്രം ദാസന് ഹല്ലേലൂയ പ്രവചിച്ച് പറഞ്ഞതുപോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു വലിയ കൂട്ടം യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.